അതിക്രമം കാട്ടുന്നവർക്കും അക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം കിതാബ് വിധിച്ച ശിക്ഷയുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ കൂടിയും ആ ശിക്ഷയിൽ നിന്ന് മോചനമില്ല. ഞാൻ അസീം മരക്കാർ പറഞ്ഞു വിളക്കിയിട്ടും നമ്മുടെ ബന്ധു കൂടിയായ വലിയ അച്ഛനാർ നമ്മളെ വലിയ ആക്ഷേപത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ചൗളിലും ഗുജറാത്തിലും നിന്നും വരുന്ന ഒട്ടനവധി കപ്പലുകൾ മുക്കുകയും നമ്മുടെ അഭ്യൂതികളായ പറങ്കി വീരന്മാരെ കൊന്നൊടുക്കുകയും ചെയ്തിരിക്കുന്നു വലിയാസൻ. അവനുള്ള ശിക്ഷ ന്യായാനുസരണം കബൂലാക്കാൻ പറങ്കികളുടെ പിസറോയ് വാസ്കോ ഡ ഗാമ എന്ന മഹാവീരന്റെ മകൻ എസ്റ്റാവിയോ ഡ ഗാമ കണ്ണനൂരിലേക്ക് കപ്പലോടിയെത്തിയിരിക്കുന്നു. En nome do meu imperador. ജുവാൻ ചക്രവർത്തിയുടെ നാമത്തിലും ഹിന്ദു സമുദ്രത്തിന്റെ അഡ്മിറലായ വാസ്കോ ഡ ഗാമയുടെ നാമത്തിലും എസ്റ്റാവിയോ ഡ ഗാമ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നു. വലിയസനെ കൊണ്ടുവരൂ. ഈ മാപ്പ് പറയുന്നുണ്ടോ? ¿Estás sordo? Mio presente. Mio presente. Ara Arakan. Pequeño dedo mesimo. പരസ്യമായി മാപ്പ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇവരോട് അപേക്ഷിക്കാം. നിന്റെ മരണം സുഖമാക്കാൻ ഞാൻ ഇവരോട് പ്രാർത്ഥിക്കാം. മാപ്പ് പറയാമെന്ന്. മാപ്പ് പറയാന്ന്. അഴിക്കുമോനെ, ആളായും ആയുധമായും നിനക്കാണ് ശക്തി കൂടുതൽ. എന്നിട്ടും നീ ഭയക്കുന്നു. ഞാൻ മാപ്പ് പറയുന്നു. ഇവരെയൊന്നും കൊല്ലാതെ ബാക്കി വച്ചതിന് മാപ്പ്. ഈ കൂട്ടത്തിലുണ്ട് ബലിഹസന്മാർ. ഖൂലു തക്ബീർ, അല്ലാഹു അക്ബർ. ഖൂലു തക്ബീർ, അല്ലാഹു അക്ബർ. ഖൂലു തക്ബീർ.
കൊടുത്ത വാക്ക് ഓർമ്മിക്ക്. ഇവനെ ജീവനോട് കൊണ്ടുപോവാന്ന് പറഞ്ഞത് ജഡമാക്കാമെന്നല്ല. നിഴലി ചവിട്ടി നിന്ന് പുറകെ വെട്ടുന്നോടാ. ഭവാലി, ചേണിച്ചേരി കൂടെ അയച്ചിരിക്കുന്നത് മുഴുവൻ ചതിപ്പാമ്പുകളെ. ഒറ്റ ഒന്നിനു വേണ്ടി കാക്കണ്ട. വാ. നമുക്കറിയാത്തതെന്തോ ഇവിടെ നടക്കുന്നുണ്ട് ഭവാലി. ഒപ്പം വന്നവർക്ക് ലക്ഷ്യം വേറെയുമുണ്ട്. Sair agora. Talvez viverão. Vamos, Talvez viverão. കേളു, സെത്താൽ ഈ സവൻ നടക്കില്ല. നീ തന്നെ സുമക്കേണ്ടി വരും. പറഞ്ഞേക്ക. ഇവന്റെ തല നുള്ളും മുമ്പ് ബിസ്മി ചൊല്ലി തീർക്കാനുണ്ടെങ്കിൽ ചൊല്ല്. ഇനി അതിനു വേണ്ടി മാത്രം തുറന്നാൽ മതി നിന്റെ പടുവായി. അപ്പൊ ചിറക്കൽ എത്തിക്കാൻ പറങ്കിയെന്ന് നീ കൊടുത്ത വാക്ക്? ചിറക്കൽ തമ്പുരാൻ ആരാടാ? നിന്റെ വല്യുപ്പയോ? ഇലയിൽ പൊതിഞ്ഞ ഇവന്റെ ചെമ്പൻ തലയാ വാസ്കോ പിസ്രോയ്ക്ക് എനിക്ക് കൊടുത്തയക്കാനുള്ള ചാവോല. ഇടാവ് കൂടെ ഉണ്ടെങ്കിൽ ആ തന്ത പറങ്കി പുറകെ വരും. ഇവനെ ഇപ്പൊ കൊല്ലരുത്. ഉള്ളിൽ തോന്നുന്നത് ചെയ്ത കേളുവിന് ഇതുവരെ ശീലം. ഇത്തവണ മൂത്തോര് പറയുന്നത് കേട്ടാ മതി. നിന്റെ ചങ്കി തൊട്ട് നാ പറയുകയാ. ഇവന്റെ പല്ലുകൊണ്ട് നാട്ടിലെ കുട്ടികള് പല്ലാങ്കുഴി കളിക്കുന്നു. കെട്ടിയോരെ കത്തിച്ച് കണ്ട പെണ്ണുകള് ഈ കെട്ടവനെ ഉയരോടെ കാണണം. ആവേശം നന്ന് തന്നെ ഭവാലി. പക്ഷെ മുന്നിൽ കടക്കാനുള്ളത് കണ്ണാടിക്കാടാ. നാക്കന്തറ എത്തിയ വഴി എനിക്ക് നിശ്ചയമുണ്ട്. അതുവരെ അവനവനെ കൂട്ടുള്ളൂ. ഇതും ഗാമ, എസ്താവിയോ ഗാമ, ഗാമ പിസ്രോയുടെ മകൻ. കുരുമുളകെന്ന് കർദാസെന്നും പറഞ്ഞ് ദുസ്വപ്നം മാത്രം തരുന്നവനെ എസ്തപ്പാനെ, ഇവിടെ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. തമ്പുരാനെ, ഇത് ഗാമയുടെ മുദ്ര തന്നെ. മകനെങ്കിൽ മകൻ. ഇവനെ കൊട്ടാരത്തിന്റെ പ്രത്യേക അതിഥിയായി പ്രഖ്യാപിച്ച് പെരുമ്പട പോയി സന്ധ്യ സംഭാഷണം തുടങ്ങാം. പട്ടും വളയും പവിത്രക്കെട്ടുള്ള ചിറക്കൽ പടവാളും കൊണ്ടുവരും. കാമ്പിന് ഉറപ്പുള്ള, വാക്കിന് വിലയുള്ള ധീര തമ്പുരാനെ, ചിറക്കലെ പുതിയ കൊത്തുവാൾ. ഇവനിനി ചിറക്കൽ കേളു നായനാണ്. മാടായി കാവിലെ ചിത്രത്തെ ഇതാ ഉടവാൾ. ചിറക്കൽ കൊത്തുവാൾ പടവാൾ തലയിൽ തമ്പുരാന് തരുന്നു ഈ ചെമ്പൻ പറങ്ങിയുടെ ചെറുവിരൽ. ഇതാവണം പെരുമ്പടപ്പിലേക്ക് ഗാമ പിസ്രോയ്ക്കുള്ള നമ്മുടെ ഓല.
ആണ്ടത്തൊലിയിലാണെങ്കിലും ചോര ചുവപ്പ് തന്നെ. ഈ മോതിരത്തോടെ കൊടുത്തേക്കണം ആ ഗാമയ്ക്കുള്ള നമ്മുടെ സമ്മാനം. ബാക്കിയുള്ളതും കൊത്തി എരിഞ്ഞേക്കാൻ. തമ്പുരാനെ, ഇവനെ കൊന്നിട്ട് എന്ത് കാര്യം? സാമൂതിരിക്ക് ബീരങ്കി ഉണ്ടാക്കി ഇതല്ലിയക്കാര് പെദ്രെ അന്തോണിയും ജുവാൻ മറിയേം പോലെ ഈ എസ്തപ്പാനെ കൊണ്ട് ചിറക്കല് തുപ്പാക്കി ഉണ്ടാക്കിക്കണം. പറങ്കി തുപ്പാക്കി മുറിവാ കെട്ടി കൊണ്ടുപോകും. എസ്തപ്പാനെ ബാക്കി വെച്ചത് ബുദ്ധി തന്നെ. ചൂണ്ടയിൽ ഏറുണ്ടെങ്കിൽ പെരുമീൻ കൊത്തു. കൂട്ടത്തിൽ ഒറ്റാൻ ആളെ അയച്ചത് രണ്ടിൽ ആരെന്ന് മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഉറപ്പായി തമ്പുരനല്ല. താമ്പൂലം. തമ്പുരാനൊരു കണിക്കാഴ്ചയുണ്ട്. നേരോ? അറബി പണ്ട് നമ്മുടെ കുളത്തിൽ നിന്നും കട്ടെടുത്തു പോയ ചിറക്കലെ ഉണ്ണിച്ചിരതയുടെ കുലത്തിൽ പിറന്ന് മാർഗം കൂടിയ സങ്കരവർഗം. കോലോത്ത ബാലയെ ഉണ്ടമാരി വെക്കാൻ ശ്രമിച്ച അറക്കലെ തന്തപുരത്തിലെ പെൺകൂട്ടം. ഭാനു, പെസഹ പെരുന്നാളെ കൊണ്ട് പിസ്രോയി പെരുമ്പടപ്പിലേക്ക് പോയത്. കോട്ട ചാരമാക്കും വരെ പറങ്കിക്കലി അടങ്ങിയില്ല. പട തുടങ്ങിയ ശബ്ദം കേട്ടാരെ തലച്ചേരിക്ക് പോകാൻ തുനിഞ്ഞ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് എടുത്തു തമ്പുരാനെ. 13-15 നന്നായി കേമളെ. വരുംവഴി കൂട്ടത്തിൽ ചിലതിന് ഇഷ്ടംമാർക്ക് കൊടുത്തോ? ആഹാ, എന്റെ ഉണ്ണിച്ചിരുതയും മുത്തശ്ശിയെ കൊത്തിവെച്ച മട്ടിൽ ഇതാരാ? ആയിഷ. അറക്കലെ ആയിഷ. അറക്കലെ ആയിഷ കേട്ടിട്ടുണ്ട്. അസ്മാ ബീബിയുടെ കൊച്ചുമകൾ, ഗുലാം കലന്തറിന്റെ മൂന്നാമത്തെ പെണ്ണ്, അറക്കലെ കണിമങ്ക. ഇവരെ ആചാരത്തോടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കേണ്ടതല്ലേ ചേണിശ്ശേരി? സിംഹിയാണ് തമ്പുരാനെ, സിംഹി. സാമുദ്രിക ലക്ഷണം. ഇരിപ്പിടം കൊടുക്കണമല്ലോ. അതെ, ഒന്ന് ഇരുത്തണം. ഉചിതമായി ഇരിപ്പിടമൊന്നും കാണുന്നില്ലല്ലോ. ഇടത് തുട ഭട്ടവക്ഷിക്കും, വലത് തുട മകൾക്കും എന്നല്ലേ പ്രമാണം? വാ മകളെ, വാ വന്നിരിക്കേ. വാ. ചിറക്കിലെ ഒരു പെണ്ണിനെ തൊട്ടാ അറക്കിലെ 100 പെണ്ണുങ്ങൾക്ക് പൊള്ളും. ആചാരവും ഉപചാരവും നന്നായി. അറക്കിലെ കൂട്ടത്തോട് കാട്ടിയ കരുണയ്ക്കും നന്ദി. മുറ നോക്കി തീർപ്പ് പറഞ്ഞാൽ ഇവിടുത്തെ റാണിയാകേണ്ട ഞാൻ വന്നു ചേരേണ്ട ഇടം ഈ മാതുലന്റെ തുടയോ അതോ മരുമകന്റെ അറയോ? സ്വയംവരം വസുദേവ കുലത്തിൽ മാനിക്കപ്പെടേണ്ട പതിവ് തന്നെ. ഭാനു, അകത്തെ പെണ്ണുങ്ങളോട് പറ ആദ്യമുള്ള ഉടലിന്റെ വെക്ക മാറ്റാൻ. കിടപ്പറയിലെങ്കിലും നീ ഒരു ചെറിയമ്പുരാനാവൂ. ഉന്തും തുന്തും താളെ ഉന്ത്. കേലു,
പടനായ്ക്കർക്കറെ പ്രത്യേകം കൊണ്ട് കേളുന്നാനരെ. പട കഴിഞ്ഞു വന്നതല്ലേ, പട്ടുമത്തെയൊന്നും ആവശ്യമെങ്കിൽ മടിയാതെടുക്കാം. പോയോ? ഹേ ആലി, വായോ. അത്തർ പൂച്ചി അറബി മെത്തകൾ താല്പര്യമുണ്ടോ? ഇത് 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 പട അറക്കലാണെങ്കിലും ചിറക്കലാണെങ്കിലും പാട് പെണ്ണുങ്ങൾക്ക് തന്നെ. ചേനിച്ചേരി പ്രത്യേകം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ആ മുറിഞ്ച വിരൽ അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നും. ഒരുപാട് ചോര പോയിട്ടുണ്ട്. ഇനി അറക്കരുത് കേട്ടോ. പറങ്കികളുടെ കൊച്ചി ആസ്ഥാനത്തിൽ അധികാരമാറ്റത്തിന്റെ തിരക്കുകളിൽ ഒറ്റപ്പെട്ടു നിന്ന വാസ്കോ പിസ്രോയുടെ അടുത്ത് ആ വാർത്ത എത്തി. പിസ്രോയ്, അറയ്ക്കൽ ലഹള വെലിയാസന്റെ തൂക്കം നടന്നില്ല. എസ്റ്റാവിയോ വിരോധികളുടെ കൈപ്പെട്ടു. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് സമരമുഖങ്ങൾ കണ്ട മനുഷ്യന് സംശയമുണ്ടായിരുന്നില്ല. തന്റെ മകൻ എസ്താവിയോ തിരിച്ചു വരും എന്ന് വാസ്കോ വിശ്വസിച്ചു. പക്ഷേ ഓനെ കൊണ്ടാവൂല എന്ന് ഓൻ പറയില്ല. അകായിലെ കുട്ടിക്കളി മടുത്താ ഇറങ്ങിപ്പോരാൻ പഠിക്കണ്ട. അപ്പുറത്ത് ഞാനുണ്ടാവും. ഉറങ്ങില്ല. അത് അനിയത്തിക്കുട്ടിയായിരുന്നോ? ഇവിടെ ഒരു തുണയ്ക്ക് വിളിക്കായിരുന്നു. ഇവിടെ ഒരാണിനും ഈ രാത്രി പുലരില്ല. വേണ്ട. ഇവളെ അയക്കേണ്ടത് മന്നനാരുടെ കുടിയാടിച്ചുകളുടെ അടുത്തേക്കാണ്. വേണ്ട, അവിടെ ചിലപ്പോൾ സുഖിച്ചു പോകും. നാട്ടാരുടെ അച്ചിപ്പുരയിലേക്ക് കഴുത്ത് കെട്ടി തള്ളിവിടേ. കന്നു കൂട്ടുന്നവനും കരിമ്പ് വെട്ടുന്നവനും കാപ്പണത്തിന് ഇവളെ അനുസരണം പഠിപ്പിക്കട്ടെ. ആറിയ കഞ്ഞി. ഹനു, അതേ ഉള്ളൂ നിനക്ക് വിധി. എണീക്ക്, പോകാൻ സമയമായി. എങ്ങോട്ട്? ഞാൻ ഉമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സ്വപ്നം കണ്ട് തുടങ്ങിയുള്ളൂ. ചിറക്കിലെ പടനായകനെ സുഖിക്കാനല്ല ഞാൻ എന്റെ യാത്ര തുടങ്ങിയത്. അറിയാം, ചെമ്പൻ പറങ്കിയെ പിടിക്കണം, കണക്ക് തീർക്കണം. പക്ഷെ ആ പിസ്രായി പിടിക്കുന്നത് ഈന്തട ചുട്ടു തിന്നുന്ന പോലെ എളുപ്പമോ? വഴി തെളിക്കാനുള്ള ഇര ഇവിടെ ഉണ്ടല്ലോ. ആ പിസ്രോയുടെ മകൻ, അവനെ കൂടെ കൂട്ടണം. കേളു, ഇപ്പൊ നിന്റെ കൂടെ ഉള്ളത് ഒരു കുതിര. ഇവിടത്തെ പടനായകനായി ഇരുന്നാൽ 100 കുതിര. അത് വേഗം കൂട്ടും. ബുദ്ധി കാട്ടു, ഇവിടെ തന്നെ നിക്കി.
തൻ കാര്യം നോക്കാൻ ഇവിടുത്തെ തന്തത്തമ്പുരാനെ തൊഴുതു നിൽക്കുന്ന പുതിയ പഴക്കം പഠിപ്പിക്കുകയാണോ നീ? കച്ചവടക്കാരനായി വന്ന കടൽ കൊള്ളക്കാരനായി തുറത്താൻ ഈ കച്ചവടക്കാരന്റെ ബുദ്ധി തന്നെ നല്ലത്, വേട്ടക്കാരന്റെ ബുദ്ധിയല്ല. വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നതാണ് എനിക്ക് ബുദ്ധി. നീ വരുന്നെങ്കിൽ വാ, തടവറ തകർക്കണം, അവനെ പുറത്തെടുക്കണം. എങ്ങനെ? ചുറ്റാട മറന്നു വെച്ചത് തിരിച്ചെടുക്കാമെന്നാണ് നിന്നോട് പറഞ്ഞതല്ലേ? തിരിച്ചു പോയിക്കോളാൻ. എങ്ങോട്ട് പോവാൻ? ഇടമുള്ളിടത്തേക്ക്, ഇഷ്ടമുള്ളിടത്തേക്ക്. ഇഷ്ടമുള്ളവർ ഇവരാണ്. ഇനി ആകെ ബാക്കിയുള്ളത് ഈ ബെഞ്ചിനോട് കാട്ടിയത് കണ്ടോ? ആ തുമ്പമില്ലാത്തവൻ ചെറിയമ്രാൻ പിന്നിക്കളഞ്ഞു. പെണ്ണിന് 6 വയസ്സെന്നോ 60 വയസ്സെന്നോ ഭേദമില്ല അല്ലടാ അസുര പരിശകളെ. ഇവിടെ നിന്ന് നീ മറച്ചില്ലായിരുന്നെങ്കിൽ കോലോ തിന്ന് അന്തിക്കിടക്ക പറ്റാൻ ഒരാണും ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ചെങ്കായ്, ഇവളുടെ ശരി വേറെ, നമ്മുടെ അരി വേറെ. ഇടപെടരുത്. പെണ്ണിനോടും പിഞ്ചിനോടും പിഴ ചെയ്തവരോട് ഒരു കാലവും പൊറുക്കരുത് ബവാലി. അടുത്ത പെരുന്നാളി എന്നെ കാണിക്കില്ലാന്ന് ഉറപ്പിച്ച് തന്നെ അല്ലെങ്കിലേ അല്ല. അറിയാതെ ചെയ്തു പോയ പിഴയുടെ പങ്ക് തിരുത്തണം എനിക്ക്. നീ ഒരു മറ തീർക്ക് മാറ്റാനേ ഒരു കാവൽ കണ്ണും പിടിക്കാത്ത ഒരു കരിമറ. ശബ്ദമുണ്ടാക്കാതെ ഒപ്പം വാ. Porta apra. Okay, Jose. Stapane! Onze kilo. Stapane, തുറന്ന് പറഞ്ഞേ, വളഞ്ഞു പിടിക്കേ. Stappa. അയ്യോ, വലത് വീത് വെച്ച് ഒട്ടടി അമർന്ന് വലത് കൈക്ക് നോക്കി ഇടത് കൈക്ക് നോക്കി വലതും കൂട്ടി ഇടതും കൂട്ടി ഇടത്ത് വെച്ച് കഴുത്തൊടിച്ച് വഴുത്തൊടിച്ച് വഴിന്ന് അമർന്ന് സുഴിന്ന് നിവർന്ന് കൈ നിവർത്തി പിടിച്ച് ഒറ്റ ഒരടിന്ന്. Tú pagarás por esto. Tu hora va a llegar.
Lembra. Lembra. Tua ora vai chegar. മല്ലയുദ്ധ പ്രവീണ അറക്കലെ പെൺകുട്ടത്തെ തുറന്നു വിട്ട് കാവൽക്കാരെ കൊന്ന് തമ്പുരാനെ കൊലവിളിച്ച് വരികയായിരുന്നു എസ്തപ്പ. നിന്റെ കൂടെയുള്ളവനെവിടെ? കാവലെന്നെ ഏൽപ്പിച്ച് ചെങ്കായി മാടാക്കി പോയി. ആ തക്കൻ നോക്കിയാണ് എസ്തപ്പ. കഴിവുള്ളവനെ ഇവിടെ അംഗീകരിക്കായിരുന്നിട്ടില്ല ഒരിക്കലും. ഇവനും ഇനി കാവലാൾക്ക് മേലാണ്. പടവാളും പട്ടും കൊണ്ടുവരും. എസ്തപ്പാനെ പെരുങ്കാവലിട്ട് ഭാനുവിന്റെ വലിയ ശാലയിലേക്ക് മാറ്റണം. കടന്നു കളഞ്ഞ പെണ്ണുങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയാൽ അവിടുന്ന് അന്വേഷിച്ചു വരാൻ നിൽക്കുന്ന മാപ്പിളാരുടെ എണ്ണം കുറയും. 10 പടത്തലവന്മാരുണ്ടായാലും തമ്പുരാന് കഴുത്തൊന്നേ ഉള്ളൂ. ഓർത്തോ? ശരി.